ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് കൂർക്കയും ചെമ്മീനും കൂടി മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂർക്ക അരിഞ്ഞെടുക്കട്ടെ. കൂർക്ക അരിഞ്ഞല്ല, കൂർക്ക നന്നാക്കാനുണ്ട്. ഇന്നലെ വെള്ളത്തിലിട്ടിരുന്നത്. അപ്പോൾ അത് നന്നാക്കട്ടെ കേട്ടോ. തീ കത്തിച്ചിട്ടേ കൂർക്കടപ്പത്തേക്ക് വെച്ചെടുക്കാം കേട്ടോ. കൂർക്ക മാത്രമല്ല, കൂർക്കയും ചെമ്മീനും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പച്ചമുളക്, പിന്നെ ചുമന്നുള്ളി, ചെമ്മീൻ, ഉപ്പ്, ഇത്ര സാധനങ്ങൾക്ക് നമുക്ക് അടപ്പത്ത് വെച്ച് അവിടെ നിന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണക്കമുളകും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് മെഴുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു മത്തങ്ങയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെക്കാം. ഇന്നിവിടെ ചെമ്മീൻ്റെ കളിയാണല്ല. അപ്പോൾ മത്തങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, 2-3 കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് വേവിക്കാനായിട്ടാണ്. നമുക്ക് കുറച്ച് ചെമ്മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നേരെ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടപ്പത്ത് കൂർക്ക ഇരിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ഞാൻ ഇതെല്ലാം അരച്ചുകൊണ്ട് വരട്ടെ. തേങ്ങ, ഒരു നുള്ള് ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഒരു പച്ചമുളക്, പിന്നൊന്നുമില്ല. ഇത്ര സാധനങ്ങളിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മത്തങ്ങയും ചെമ്മീനും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അരച്ചല്ല, അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. എന്തിനും കഴിച്ചിട്ട് വരട്ടെ, വിശക്കണം. നമ്മുടെ മത്തങ്ങയും ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇതിനകത്തേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇനി കലക്കിയെടുക്കട്ടെ. ഇത് കണ്ടോ, കറി കണ്ടോ. അത് നല്ല ടേസ്റ്റാണ് ഈ കറി, മത്തങ്ങയും ചെമ്മീനും കൂടി വെക്കുന്നത്. ഇനി തിളക്കണ്ട കേട്ടോ. ഇതൊന്നും ഇങ്ങനെ സൈഡിൽ കൂടി എല്ലാം ഇങ്ങനെ പത വരില്ലേ. ഉപ്പ് നോക്കിയിട്ടില്ല ഞാനിതിൻ്റെ. ഉപ്പ് കറക്റ്റാണ്. ഇനി ഇട്ടാൽ കൂടിപ്പോവും. വേണമെങ്കിൽ ഒരു ഇത്തിരിയും കൂടി ഇടാം, പക്ഷേ ഞാൻ ഇട്ടാൽ കൂടിപ്പോകും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഞാനിനി ഇത് ഇറക്കുവാണേ. ഇറക്കിയിട്ട് നമുക്ക് കടുക് താളിക്കാം. ചട്ടിയടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കൂടുതൽ കഴിക്കോട്ടെ, മിണ്ടരുതേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെളിച്ചെണ്ണ ഒന്നും കേട്ടോ. ഞാൻ മീൻ കറിക്ക് മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ. എണ്ണയും ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് ഒരു 2-3 ഉലുവയും കൂടെ പൊട്ടിക്കാം കേട്ടോ അതിനകത്ത്. ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ചുമന്നുള്ളി മുരിഞ്ഞിട്ടുണ്ട്. ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാതെ. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ തന്നെ ഇതിനകത്ത് എടുക്കാം കേട്ടോ. രണ്ട് മീനുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ മീനുണ്ടാക്കിയ വറുത്ത മീൻ എടുത്ത എണ്ണയാണത്. അതിനകത്തേക്ക് തന്നെ ഇന്ന് നമുക്ക് 2 കഷ്ണം മീൻ വറുക്കാനുണ്ട്. എണ്ണ ചൂടായിട്ടില്ല. അപ്പോൾ നമുക്ക് മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതവിടെ നിന്ന് മൊഴിയട്ടെ. കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടില്ല. ചട്ടി ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ആ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. ഉള്ളി പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുളക് ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് പൊടിയൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഉണക്കി പൊടിക്കുന്ന പൊടിയാണ്. ഇനി മുളക് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂർക്കയും നെല്ലും കൂടി ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി പറയുവാണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് 3 മസ്റ്റാണേ.